ആപ്കി അദാലത്തിൽ ബാദ്ഷയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഡ്രാമ ചെയ്യുന്ന വ്യക്തിയാണെന്നാണ്. ഇവിടെ നോക്കിയാണെങ്കിൽ താങ്കൾ ഏതെല്ലാം രീതിയിൽ ഡ്രാമ ചെയ്യുന്നുവോ അതിലൊന്നിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അതെ, ഷോർട്സ് ധരിച്ചിരിക്കുന്നു, അതിന്റെ വള്ളി പുറത്തേക്ക് കാണാനുണ്ട്. 2 കാലിൽ താങ്കൾ വേറെ വേറെ ഷൂകളാണ് ധരിച്ചിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാട്ട് നന്നായിരുന്നു, പക്ഷെ വള്ളി കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? സാർ ഇത് ഫാഷനാണത്. രസമല്ലേ? നന്നായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് തോന്നി. അവിടെ സാർ ഇരിപ്പുണ്ടല്ലോ, സാറിന് ഫാഷനാണെന്ന് തോന്നിയില്ലേ? അതെ, കറക്റ്റാണ്. അദ്ദേഹം ഫാഷന്റെ ഒരു മാസ്റ്റർ തന്നെയാണ്. സുനിൽ ഷെട്ടി സാർ, ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഭാഷ എന്ത് ചെയ്താലും അത് ഫാഷനാ. കൂടുതൽ സംസാരിക്കുന്നത് താങ്കളുടെ ഷൂവിനെ കുറിച്ചാണ്. അതിലെന്താണ് മിസ്റ്ററി? ഒരു മിസ്റ്ററി ഇല്ല, അത് ഷൂസാണ്. കൊച്ചിലെ ഷൂവിന് വേണ്ടി അടിയുണ്ടാക്കിയിരുന്നു, ഇപ്പൊ കാശ് കൊടുത്തു വാങ്ങുന്നു. നിറയെ ഷൂ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? കുറെ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, താങ്കൾ എന്തായാലും ലംബോർഗിനി വാങ്ങി, പക്ഷെ താങ്കൾക്ക് വണ്ടിയുടെ താക്കോൽ എടുക്കാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാ? എനിക്ക് അതിന്റെ ഗിയർ എങ്ങനെയാന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അതിൽ ഗിയർ ഉണ്ടാവില്ല സാറേ. അത് പെഡൽ ഷിഫ്റ്റിൽ നിന്നാണ് ഓൺ ചെയ്യേണ്ടത്. എനിക്കത് അറിയില്ലായിരുന്നു. ഗിയർ ഇല്ലെന്നാരാ പറഞ്ഞേ? എന്താ, നീ അത് ഓടിച്ചിട്ടുണ്ടോ? അത് വാങ്ങിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ ഞാൻ പറഞ്ഞു വന്നത്, അത് ഓടിക്കുന്ന കാര്യം അല്ലേ? ഞാൻ അതിനകത്ത് കയറി നിന്നിട്ട് ഗിയർ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് അത് ഓടിച്ചത്. കുറച്ച് ജാമൊക്കെ ഉണ്ടാക്കി. പിന്നെ എനിക്ക് മനസ്സിലായി പെഡൽ ഷിഫ്റ്റിന്റെ കാര്യം. റൈറ്റ് ഹാൻഡിലാണ് അത് ചെയ്യേണ്ടതെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് അത് ഓടിച്ചത്. എനിക്കറിയില്ലായിരുന്നു. താങ്കൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ നല്ല റോളുകളൊക്കെ ലഭിച്ചെന്ന് കേട്ടു. ലവ് സ്റ്റോറിയിൽ നല്ലൊരു ക്യാരക്ടറിന് ചാൻസ് കിട്ടിയെന്ന് കേട്ടു. അങ്ങനെ ഒരു കാര്യം നടന്നു. ഒരു റോൾ വന്നായിരുന്നു. എന്താ വേണ്ടെന്ന് പറഞ്ഞത്? ലവ് സ്റ്റോറി നിങ്ങൾ കണ്ടായിരുന്നോ? വിക്കി ഘോഷാലിന്റെ റോള് കണ്ടായിരുന്നോ? വിക്കി ഘോഷാലിന്റെ റോളാണ് എനിക്ക് വന്നത്. കരൺ സാർ ആ ക്യാരക്ടറിനെ കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ എന്തിനാണ് സാർ ഈ റോളൊക്കെ ചെയ്യുന്നത്? ഞാൻ അത് ആൺവർഗത്തിനൊക്കെ എതിരായ ഒരു റോളാണല്ലോ എന്ന് കരുതി. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. ഞാനത് വേണ്ടാതെന്ന് വെച്ചു. പിന്നെ അതിനുശേഷം ഗുഡ് ന്യൂസിൽ ദിൽജിത് സാറിന്റെ റോളിന്റെ ഓഫർ വന്നു. ആ സമയത്ത് അക്ഷയ് കുമാറിലായിരുന്നു, അപ്പോൾ രാജീവ് കുമാർ ആയിരുന്നു ചെയ്തത്. പിന്നെ രാജ് സാറ് എന്നെ ഓഡീഷന് വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു, ദിൽജിത് സാറിന്റെ റോളിന് വേണ്ടിയിട്ട്. ലവ് സ്റ്റോറിയില് കുഡിൻ സാറ്റിസ്ഫൈഡ് ഹിസ് വൈഫ്. മാത്രമല്ല ഇതില് അതിന് കുട്ടികളുണ്ടാവില്ല. അപ്പൊ എന്റെ മനസ്സില് എന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ കാന്താര ഷഫഖാൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അതിലൊരു റാപ്പറിന്റെ റോൾ ഉണ്ടായിരുന്നു. ആ ആക്ടറിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ്. അപ്പൊ ഞാൻ എന്തായാലും അതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ വരുന്നതൊക്കെ നിൽക്കുന്നു കരുതി. സാർ, ഇതുപോലത്തെ ഓഫറുകളാണ് എനിക്ക് വന്നത്. ഇതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ? എനിക്കറിയില്ല സാർ, ഐ ഡോണ്ട് നോ. അവർക്ക് ഒരു പക്ഷെ എന്നെ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല സാർ. സാറിന്റെ ഒരു സോങ് ഉണ്ട്, ഹാർട്ട് ലിസ്റ്റ്. അതിന്റെ ഇൻസ്പിറേഷൻ ചോദിക്കണം. അത് എവിടെന്നാ? ദാറ്റ്സ് എ വെരി വെരി നൈസ് സോങ്. ഹാർട്ട്ലെസ് ഓർമ്മയും ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ചണ്ഡീഗഡിലായിരുന്നു. ഞാൻ ഡൽഹിക്ക് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് എഴുതി, എനിക്കറിയാം मेरा चेहरा तेरे दिल का सुकून है, तू भी मेरी इन रगों में बहता खून है, कहने को दूर है दिल के करीब है, पैसे का नशा भी जाने जाना एक जुनून है, तुझे कैसे मैं बताऊं तू कितनी मासूम है. ശരിക്കും പറഞ്ഞാൽ പാവമൊന്നുമല്ല. मुझे पता है तू है परेशान क्योंकि मेरी पहली एल्बम पिछले 2 सालों से कमिंग सून है, पर तू हिम्मत ना हार, दिल छोटा मत कर, साथ मेरे चल मेरा हाथ पकड़ कर, आंखों में तू आंसू लेके सोया ना कर, बेबी बादशाह की जान है तू रोया ना कर. അവളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായേനെ. അവരവരുടെ പാട്ടുകൾ എല്ലാവരും കേൾക്കും. പക്ഷെ താങ്കൾക്ക് ഏത് പാട്ടാണ് ഇഷ്ടം? താങ്കൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ?
അത് എനിക്കിപ്പോ ഈ അടുത്ത് കിങ് എന്ന ഗാനം വളരെ ഇഷ്ടമാണ്. ഒരെണ്ണം ഒന്ന് കേക്കട്ടെ സർ. അത് ഞാൻ എങ്ങനെ പാടും? അത് മറ്റൊരാളുടെ Please, sir. പാട്ടല്ലേ? ട്രൈ ചെയ്യ് സർ. ട്രൈ ചെയ്യോ? ഇതാ അവിടെ പാടുന്നു. ട്രൈ ചെയ്യ് സർ. ഓ देख सकता नहीं कुछ मैं रखूंगा सोनिया, कभी देख सकता नहीं सोनिया, तेरे दिल से ना कभी खेलूंगा, सारे राज अपने दे दूंगा, मेरी जान तेरे बगैर तू मान मेरी जान, വളരെ നന്നായിരുന്നു. നന്നായിട്ട് പാടി. താങ്ക് യു. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഹോളിവുഡ് ആക്ട്രസിന്റെ കൂടെ പാടുന്നത് ഞാൻ കേട്ടിരുന്നു. ഇനിയും വേറെ വല്ല ഹോളിവുഡ് ആക്ട്രസിന്റെയും കൂടെ പാടാനുള്ള താല്പര്യമുണ്ടോ സർ? പ്ലീസ് മറുപടി പറയൂ. തലവരെ നല്ലതാണെങ്കിൽ നടക്കും, അല്ലതെന്ത്? നമുക്ക് നോക്കാം. ബാദ്ഷാ, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ആണ് ഉള്ളത്. താങ്കളുടെ ഇത്രയും സോങ്സ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ളതും ഉണ്ട്. അതിലേതെങ്കിലും ഒരു സോങ്ങിൽ വെച്ചിട്ട് ഒന്ന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു വളരെ വലിയ കാര്യമായിരിക്കും. പ്ലീസ്. ഞങ്ങളുടെ അടുത്ത് ട്രാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്.